Hi all, welcome to CC+. എൻ്റെ പേര് സ്വാതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10th സ്റ്റാൻഡേർഡിന്റെ സയൻസ് സബ്ജക്ട് നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് അതേപോലെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു ഹാവ് ടു ഡു, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിലബസ് നോക്കാം. സിലബസിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ആൻഡ് നേച്ചർ ആൻഡ് ബിഹേവിയർ, ഇതാണ് കെമിസ്ട്രി പോർഷൻ വരുന്നത്. ആൻഡ് സെക്കൻഡ് ഇസ് വേൾഡ് ഓഫ് ലിവിങ്, ഇത് ബയോളജി ആണ്. ആൻഡ് നാച്ചുറൽ ഫിനോമിനൻ ആൻഡ് എഫക്ട്സ് ഓഫ് കറന്റ്, ഇത് രണ്ടും ഫിസിക്സ് ആണ്. ആൻഡ് ഒരു 5 മാർക്സിന് ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് നാച്ചുറൽ റിസോഴ്സസ്, ദാറ്റ് ഇസ് എൻവയോൺമെന്റ്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കെമിസ്ട്രിക്ക് 25, അതേപോലെ തന്നെ ബയോളജിക്ക് 25, ആൻഡ് ഇത് രണ്ടും കൂടെ ചേർത്ത് വെൻ യു ആഡ് ഇറ്റ് വിൽ ബിക്കം 25. ഓക്കെ, ആൻഡ് നാച്ചുറൽ റിസോഴ്സസിന് 5 മാർക്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടന്റ് ആണ്. കെമിസ്ട്രിയിൽ 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്, അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കെമിക്കൽ സബ്സ്റ്റൻസസ്, നേച്ചർ ആൻഡ് ബിഹേവിയർ. ഓക്കെ, അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഇസ് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ആൻഡ് അത് കഴിഞ്ഞ് തേർഡ് ചാപ്റ്റർ ഇസ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ആൻഡ് ദ ഫോർത്ത് ചാപ്റ്റർ ഇസ് കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഈ 4 ചാപ്റ്റർ ആണ് ബേസിക്കലി കെമിസ്ട്രിയിൽ വരുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കെമിക്കൽ റിയാക്ഷനിൽ പഠിക്കുന്ന പല റിയാക്ഷൻസും ആക്ടിവിറ്റീസും ഇറ്റ് റിപ്പീറ്റ്സ് ഇൻ എവറി ചാപ്റ്റർ. അപ്പൊ ഫസ്റ്റ് തിങ് മനസ്സിൽ വെക്കേണ്ടത്, നമ്മളൊരു ആക്ടിവിറ്റി പഠിക്കുകയാണെങ്കിൽ അതിന്റെ കെമിക്കൽ ഇക്വേഷൻ, അതിന്റെ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്, വാട്ട് ഇസ് ദ പ്രോഡക്റ്റ്, വാട്ട് ആർ ദ റിയാക്ടൻസ്, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ zinc that is a metal which reacts with hydrochloric acid or H2SO4 which will give you zinc chloride plus hydrogen. അപ്പോൾ ഗ്യാസ് എവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടാണ് പഠിക്കുന്നത്. മെറ്റൽ റിയാക്ട്സ് വിത്ത് ആൻ ആസിഡ് ടു ഫോം എ സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ അതാ പറഞ്ഞത്, ലൈക്ക് വാട്ട് എവർ ആക്ടിവിറ്റി യു ആർ ലേണിംഗ് ഇൻ ഈച്ച് ചാപ്റ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് thoroughly. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, സോ ഇത് ബേസിക്കലി അവരെ ബ്രീഫ് ചെയ്തിരിക്കുകയാണ് ഏതൊക്കെയാ ടോപ്പിക്സ് വരുന്നതെന്ന്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ബയോളജി വിച്ച് യു ക്യാൻ ഗോ ത്രൂ. ദിസ് ഇസ് ഫിസിക്സ്. അപ്പൊ ഞാൻ ഇന്ന് കെമിസ്ട്രി ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് ശരിക്കും നല്ലൊരു എന്താ പറയാ ഒരു ബാക്കപ്പ് ആണ്. അതായത് എത്രത്തോളം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ, ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളൊരു രീതി നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ തിയറി എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമാണല്ലേ, പക്ഷെ വെറാസ് വെൻ ഇറ്റ് കംസ് ടു ആൻസർ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്തു തുടങ്ങുക. അപ്പോൾ മിക്കവാറും 10th എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. Okay, so we'll go into the first question. A reddish brown colored metal used in electrical wires when powdered and heated strongly in an open china dish, its color turns black. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ക്ലൂ തന്നിരിക്കുന്നത് റെഡിഷ് ബ്രൗൺ കളേർഡ് മെറ്റൽ. അപ്പൊ യൂഷ്വലി ഇലക്ട്രിക്കൽ വയേഴ്സിൽ ഏത് മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയായിരിക്കും, കോപ്പർ ആണ് അല്ലെ. ഓക്കെ, സോ ഇറ്റ് ഇസ് കോപ്പർ. And second, they have said that it is heated. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, ആക്ടിവിറ്റി പഠിക്കുന്നുണ്ട്. When magnesium ribbon is burned, it forms magnesium oxide. അപ്പോൾ ബേണിംഗ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. അപ്പൊ ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ എവിടെ എന്ത് ബേൺ ചെയ്യുന്നുണ്ടെങ്കിലും we can say that the metal is reacting, metal or anything is reacting with the oxygen. Okay, അപ്പോൾ അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ we will be getting copper oxide. Okay, so copper plus oxygen will give you copper oxide. Okay, അപ്പോൾ അത് ചൈന ഡിഷിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ബ്ലാക്ക് ഇൻ കളർ. they have mentioned it in the question. Okay, it is black in color. Okay, and this will be in reddish brown color കേട്ടോ. reddish brown color അത് ക്വസ്റ്റ്യൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. Next is when hydrogen gas is passed over this black substance, it regains its original color. ഓക്കെ, അപ്പോൾ ഈ സബ്സ്റ്റൻസിന്റെ കൂടെ നമ്മൾ വീണ്ടും ഹൈഡ്രജൻ ഗ്യാസ് കടത്തി വിടുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ് വിൽ റീഗെയിൻ ഇറ്റ്സ് കളർ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഫോം കോപ്പർ ആൻഡ് വാട്ടർ. ഓക്കെ, തിരിച്ച് കോപ്പറും വാട്ടറും ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്.
Okay. Now the question is, based on the above information, answer the following questions. Name the metal and the black colored substance formed. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പറയാലോ, the metal is copper. ഓക്കെ, അപ്പൊ ഏത് ഇലക്ട്രിക്കൽ വയറിലാണെങ്കിലും നമ്മൾ മെറ്റൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസസ് കോപ്പർ ഓക്സൈഡ്. അത് എടുത്ത് എഴുതണം കേട്ടോ. കോപ്പർ ഓക്സൈഡ് ഇസ് ദ black substance that we get after the reaction of copper with oxygen. അത് എടുത്ത് എഴുതേണ്ട കാര്യമാണ്. Okay, and the next question is, write balanced chemical equation for both the equation. Okay, അപ്പൊ ഇവിടെ ബാലൻസ്ഡ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ചിലവരുണ്ട് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ അങ്ങനെ കാണാതെ പഠിക്കും. അപ്പൊ ഈ ചിലപ്പോൾ 2 ഇടേണ്ട സ്ഥലത്ത് നമ്മൾ 3 ആയിട്ട് മാറും, അല്ലെങ്കിൽ 3 ഇടേണ്ട സ്ഥലത്ത് 2 ആയിട്ട് മാറും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇക്വേഷൻ, അതായത് കോപ്പർ പ്ലസ് ഓക്സിജൻ ഗിവ്സ് യു കോപ്പർ ഓക്സൈഡ്, അത് മാത്രം പഠിച്ചിട്ട് ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ബാലൻസ് ചെയ്ത് നോക്കാം. ഇവിടെ കോപ്പറിന്റെ 1 ആറ്റം ഉള്ളത്, ഇവിടെയും കോപ്പറിന്റെ 1 ആറ്റം ഉള്ളത്. Okay, so the reactant side and the product side should contain same number of atoms of each elements. Okay, അപ്പൊ ഇവിടെ ഓക്സിജന്റെ 2 atoms ഉണ്ട്, പക്ഷെ ഇവിടെ ഓക്സിജന് 1 atom ഉള്ളൂ. So you have to balance 2 here and 2 here. ഇപ്പൊ നോക്കിക്കേ, കോപ്പറിന് ഇവിടെ 2 atoms ഉണ്ട്, അതേപോലെ തന്നെ കോപ്പറിന് ഇവിടെ 2 atoms ഉണ്ട്, ഇവിടെ ഓക്സിജന് 2 atoms ഉണ്ട്, ഇവിടെയും ഓക്സിജന് 2 atoms ഉണ്ട്. Now it is balanced. And the second equation also we have to balance, that is CuO, copper oxide, plus hydrogen gives copper plus water. Okay, ഇത് ബാലൻസ്ഡ് ആണോ നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ആറ്റം 2 ആണുള്ളത്, ഇവിടെ ഹൈഡ്രജൻ ആറ്റം 2 ആണുള്ളത്, ഇവിടെ കോപ്പർ 1 ആണുള്ളത്, ഇവിടെയും കോപ്പർ 1 ആറ്റം ആണുള്ളത്. പക്ഷെ ഓക്സിജൻ നോക്കിക്കേ, അവിടെ 1 ആണുള്ളത്, ഇവിടെയും 1 ആണുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ബാലൻസ്ഡ് ആക്ച്വലി. അപ്പൊ ഇത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ദ വേ ടു ആൻസർ. ആൻഡ് ഇത് CBSE 2012 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ റെഡിഷ് ബ്രൗൺ മെറ്റൽ ഇസ് കോപ്പർ. ഇതാണ് ഒരു പ്രോപ്പർ വേ ഓഫ് ആൻസറിങ് കേട്ടോ. റെഡിഷ് ബ്രൗൺ മെറ്റൽ ഇസ് കോപ്പർ. When it is heated in china dish in the presence of oxygen, black colored copper oxide is formed. അതിന്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ എഴുതിയ പോലെ തന്നെ 2Cu plus O2 gives CuO. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേർഡ് ഇക്വേഷനും എഴുതണം നിർബന്ധമില്ല, അവർ ബാലൻസ്ഡ് ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ ഇസ് വെൻ ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പാസ്ഡ് ഓവർ ഹീറ്റഡ് കോപ്പർ ഓക്സൈഡ്, റെഡിഷ് ബ്രൗൺ കോപ്പർ മെറ്റൽ ഇസ് ഫോംഡ്. അതിന്റെ ഇക്വേഷനും നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനു മുന്നേ ഇവിടെ കോപ്പറിനെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു, കറക്റ്റ് അല്ലേ? കോപ്പറിനെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു. ഈ പ്രീവിയസ് ഇക്വേഷനിൽ യു ക്യാൻ സീ ഹിയർ കോപ്പർ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ വെൻ ഇറ്റ് റിയാക്ട്സ്. ഇവിടെ കണ്ടോ, കോപ്പർ ഇരുന്ന സ്ഥലത്ത് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു അല്ലെ? കോപ്പർ ഇരുന്ന സ്ഥലത്ത് ഹൈഡ്രജൻ വന്നു. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് വി ഹാവ് ടു സീ ദ റിയാക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഓരോ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി ആണിത്. ഓക്കെ, ദിസ് ഇസ് ഹൈ റിയാക്റ്റീവ്. ഇത് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലാണ് കേട്ടോ. റിയാക്ടിവിറ്റി ഏറ്റവും ഹൈ ഇതിനാണ്. ആൻഡ് നമ്മൾ താഴേക്ക് പോകുന്തോറും റിയാക്ടിവിറ്റി കുറയും. ഓക്കെ, റിയാക്ടിവിറ്റി വിൽ ബി വെരി ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പൊട്ടാഷ്യം, ദെൻ സോഡിയം. ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ് ഇൻ ദ തേർഡ് ചാപ്റ്റർ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അവിടെ ഓറിൽ നിന്ന് ഓരോ മെറ്റൽസിനെയും എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി, ഈ ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം കാർബൺ ഇസ് നോട്ട് എ മെറ്റൽ ആൻഡ് ഹൈഡ്രജൻ ഇസ് നോട്ട് എ മെറ്റൽ. ഹൈഡ്രജനേക്കാളും കൂടിയ റിയാക്ടിവിറ്റി ഉള്ള എല്ലാത്തിനെയും ആക്റ്റീവ് മെറ്റൽസ് എന്ന് പറയും കേട്ടോ. ഹൈഡ്രജനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളതിനെ എല്ലാത്തിനെയും ആക്റ്റീവ് മെറ്റൽസ് എന്ന് പറയും. അതായത് എവിടെ ഹൈഡ്രജൻ കൂടെ ഈ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നോ ഹൈഡ്രജനെ ഇവര് റീപ്ലേസ് ചെയ്യും. വെറാസ് യു ക്യാൻ സി, നമ്മൾ ലാസ്റ്റ് കണ്ടത് കോപ്പർ ആണ്. കോപ്പറിന്റെ റിയാക്ടിവിറ്റി ഈസ് ലെസർ ദാൻ ഹൈഡ്രജൻ. അപ്പൊ ഒബ്വിയസ്ലി ഹൈഡ്രജൻ വിൽ റീപ്ലേസ് കോപ്പർ. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ കണ്ടത്. Okay, so this is important. It is coming in the third chapter also. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. അതിൽ കോമ്പിനേഷൻ റിയാക്ഷൻ ഉണ്ട്, ദെൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്, റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, ഓക്സിഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, എക്സോതെർമിക് ഉണ്ട്, എൻഡോതെർമിക് ഉണ്ട്. സോ ഹിയർ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇസ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബോത്ത്
reduction and oxidation coming in a single equation. Okay, അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേപോലെ നടക്കുകയാണെങ്കിൽ we can say that it is a redox reaction. Okay, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് identify the substance oxidized and the substance reduced in the following reaction. അപ്പൊ നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗെയിനിങ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ലൂസിങ് ഓഫ് ഹൈഡ്രജൻ ആണ്. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. രണ്ട് കേസിലും വി ആർ ഹാവിംഗ് ഓക്സിജൻ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഗെയിനിങ് ഓഫ് ഓക്സിജൻ ഇസ് ഓക്സിഡേഷൻ ആൻഡ് ലൂസിങ് ഓഫ് ഓക്സിജൻ ഇസ് റിഡക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ, PbO, lead oxide. Lead oxide reacts with carbon to form lead and carbon dioxide. ഇവിടെ ഓക്സിജൻ എവിടുന്നാ ലൂസ് ആയിരിക്കുന്നത്? ലെഡിനല്ലേ ലൂസ് ആയത് അല്ല? അപ്പോൾ we can say that lead oxide is reduced. Okay, lead oxide is reduced. And carbon നോക്കിക്കേ, കാർബണിന് ഓക്സിജൻ ഗെയിൻ ആണ് ചെയ്തത്. അപ്പോൾ we can say that it is getting oxidized and carbon is getting oxidized. ഓക്കെ, ഇനി ഏജന്റ് ചോദിച്ചാലോ, ഓക്സിഡൈസിങ് ഏജന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഏത് എലമെന്റ് ആണോ റെഡ്യൂസ് ആവുന്നത് ദാറ്റ് ഇസ് ദ ഓക്സിഡൈസിങ് ഏജന്റ്. സോ വി കൻ സേ ദാറ്റ് ലെഡ് ഓക്സൈഡ് ഇസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് കാർബൺ ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. സോ അതും ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് MnO2. Manganese oxide plus hydrochloric acid gives you manganese chloride plus water plus chlorine. Okay, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, here the manganese oxide is losing oxygen അല്ലേ? അപ്പോൾ we can say that manganese oxide is getting reduced. Okay, manganese oxide is getting reduced, and here we can see that hydrochloric acid, that is hydrogen, is gaining an oxygen. So hydrochloric acid is getting oxidized. Okay, അപ്പോൾ gaining of oxygen ഞാൻ ഒന്നുകൂടെ പറയാണ്, gaining of oxygen is oxidation and losing of oxygen is reduction. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. അതായത് ലൈക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. തിയറി ഉണ്ടാവില്ല എന്നല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബട്ട് ദ തിങ് ഇസ് ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും കൂടുതൽ. 10th സ്റ്റാൻഡേർഡ് അല്ലേ, ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാലോ, കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ഉണ്ടാവുക. സോ യു ഹാവ് ടു പ്രാക്ടീസ് മോർ. അതേപോലെ വീക്ക്ലി അസസ്മെന്റ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ CC+ൽ ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് കൂടുതലായിട്ട് പോകുന്നത്. കാരണം വി ക്യാൻ ഗിവ് പേഴ്സണൽ കെയർ ആൻഡ് അറ്റൻഷൻ ടു ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ്. അപ്പോൾ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതേപോലെ ലൈക്ക് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എക്സ്ട്രാ ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലൈക്ക് ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ മിക്കവാറും സ്കൂളിലൊക്കെ പോർഷൻസ് റഷ് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അതേപോലെ അവർക്ക് പേഴ്സണൽ അറ്റൻഷനോ അങ്ങനെ തരാൻ സ്കൂൾസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇഫ് യു ഗെറ്റ് എൻ എക്സ്ട്രാ അറ്റൻഷൻ ആൻഡ് കെയർ ദെൻ യു ക്യാൻ സ്കോർ ബെറ്റർ. അപ്പോൾ ഇത് ലൈക്ക് സ്കോറിംഗ് 90 and 95 ഇസ് നോട്ട് എ ബിഗ് ഡീൽ. വേറെസ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ലൈക്ക് 9th മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വിവരമോ വെച്ചിട്ട് ലൈക്ക് യു കനോട്ട് ജഡ്ജ് ദാറ്റ് യു ക്യാൻ സ്കോർ ലെസർ ദൻ 90. ഒബ്വിയസ്ലി എവറി സ്റ്റുഡൻറ് ഈക്വലി ബ്രില്യൻ്റ് ആണ്. ഇഫ് യു ട്രൈ ഫോർ ഇറ്റ് ആൻഡ് ബി കൺസിസ്റ്റന്റ് ദെൻ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനൽസിൽ അവൈലബിൾ ആണ്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു ദെൻ, ബൈ, താങ്ക് യു.